പോകുന്നത്. നിങ്ങൾക്ക് അവൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നവർ. കഴിഞ്ഞ കുറച്ച് നാളുകളായി രേണു സുധിയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ കേന്ദ്രം. ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടും ജനങ്ങൾ ഭൂരിഭാഗം ആളുകളും അത് ഇപ്പോഴും അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. അതിന് പ്രധാന കാരണം രേണുവിൻ്റെ മുഖത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന ചിരിയും സന്തോഷവുമാണ്. ക്യാൻസർ രോഗിക്ക് എങ്ങനെ എപ്പോഴും ചിരിച്ച് ആസ്വദിച്ച് റീലുകൾ ചെയ്യാൻ സാധിക്കുന്നുവെന്നാണ് ഒരുപറ്റം ആളുകളുടെ ചോദ്യം. അതിനിടയിൽ മകനായ കിച്ചു സോഷ്യൽ മീഡിയയിൽ രേണുവിനെതിരെ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളും ആളുകൾക്കിടയിൽ അവരോടുള്ള വെറുപ്പും വൈരാഗ്യവും വർദ്ധിക്കാൻ കാരണമായി. വീഡിയോയിൽ രേണു സുധിയും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നെ കൊല്ലാനായി വേണ്ടി മാത്രം ചിലർ നടത്തുന്ന പ്രചാരണം മാത്രമാണിത്. നിങ്ങൾ എനിക്ക് ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുതെന്നും രേണു വീഡിയോയിൽ പറഞ്ഞിരുന്നു. രോഗത്തെക്കുറിച്ച് കൂടാതെ മരുന്നിനെക്കുറിച്ചും വളരെ തെറ്റായ പ്രചാരണമാണ് നടക്കുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് മുന്നിൽ പോലും ഞങ്ങൾ കുറ്റവാളികളെ പോലെ നിൽക്കുകയാണെന്നും രേണുവിൻ്റെ സഹോദരി വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ രേണുവിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വേദനയാണ്. കീമോ കഴിഞ്ഞപ്പോൾ വളരെ വേദനയിലാണ് പോകുന്നത്. ആശുപത്രികളിലേക്ക് പോകുന്നുണ്ട്. വേദന സഹിക്കാൻ കഴിയാതാകുമ്പോൾ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നും സഹോദരി പറഞ്ഞിരുന്നു. അതിതീവ്രമായ ഒരു ഘട്ടത്തിലൂടെയാണ് അവൾ ഇപ്പോൾ കടന്നു പോകുന്നതെന്നും നൂതനമായ ചികിത്സാ രീതികളാണ് ഇപ്പോൾ രേണുസുധിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് അവരെ പിന്തുണച്ചുകൊണ്ടും എത്തുന്നതും വിമർശിക്കുന്നവരെ കാര്യമാക്കേണ്ടതില്ല എന്നും രോഗം മാറാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ടതെന്നും കമൻറ്റുകൾ ഏറെ വരുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.